ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കല്ലുമ്മക്കായ നിറച്ചതാണ്. അതിന് ആദ്യം ഈ കല്ലുമ്മക്കായ ക്ലീൻ ചെയ്യണം. ഇത് ക്ലീൻ ആക്കുന്നതോടൊപ്പം ഇതിൻ്റെ ഉള്ളിൽ ഒരു ജെല്ല് പോലത്തെ ഒരു നാരുണ്ടാവും, അതെടുത്ത് കളയണം. എന്നാൽ നമുക്ക് ക്ലീൻ ചെയ്യാം. ഇനി നമുക്ക് ക്ലീൻ ചെയ്ത കല്ലുമ്മക്കായ നന്നായി കഴുകിയെടുക്കാം. 3-4 പ്രാവശ്യം നമുക്കിത് കഴുകിയെടുക്കാം. ഇപ്പോൾ ഈ കല്ലുമ്മക്കായൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് അരി ഇടാം വെള്ളത്തിൽ. കല്ലുമ്മക്കായ നിറക്കുന്നതിന് സാധാ ചോറ് വെക്കുന്ന പുഴുങ്ങലരിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം. കല്ലുമ്മക്കായ നിറക്കാനുള്ള മാവിലേക്ക് ചെറിയുള്ളിയും വലിയ ജീരകവും മിക്സ് ചെയ്യാം. ഇത് രണ്ടും അരച്ച് ചേർക്കാം അരിയിലേക്ക്. ഇതിലേക്ക് ഉപ്പും ചേർക്കണം. അരി അരക്കുമ്പം അധികം വെള്ളമില്ലാതെ ഈ ഒരു രൂപത്തിലാണ് അരച്ചെടുക്കേണ്ടത്. എന്നാൽ നമുക്ക് ഉരുട്ടാനൊക്കെ എളുപ്പമായിരിക്കും. പിന്നെ മല്ലിച്ചപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് മല്ലിച്ചപ്പ് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്നത് നല്ലതാണ്, നിർബന്ധമൊന്നുമില്ല. കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ഈ മാവൊക്കെ റെഡിയാക്കിയ ശേഷം നമുക്ക് ഈ കല്ലുമ്മക്കായയുടെ ഉള്ളിലേക്ക് ഈ മാവ് നിറച്ചു കൊടുക്കാം.
ഇനി ഈ നിറച്ച കല്ലുമ്മക്കായ നമുക്ക് വേവിക്കാൻ വെക്കാം. വെള്ളം തിളച്ച ശേഷം ആവിയിൽ വെച്ചിട്ടാണ് വേവിക്കുന്നത്. ഇങ്ങനെ ഓരോന്നിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ അടുക്കി വെക്കാം. ഏകദേശം അരമണിക്കൂറൊക്കെ ആവാനായി. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് ഓരോന്നോരോന്നായി പുറത്തേക്ക് എടുത്ത് വെക്കാം. എന്നിട്ട് ചൂടാറിയ ശേഷം ഇതിൻ്റെ തോല് അടർത്തിയെടുക്കാം. ഇപ്പോൾ ഏകദേശം ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ തോല് ഇങ്ങനെ പൊളിച്ചെടുക്കാം. അടുത്തത് ഈ കല്ലുമ്മക്കായ മസാലയിൽ മുക്കി പൊരിക്കലാണ്. ഇത് സാധാ മീനൊക്കെ പൊരിക്കുന്ന മസാല തന്നെ. അതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്. ഈ മസാല അധികം ടൈറ്റ് വേണ്ട, കുറച്ച് വെള്ളമൊഴിച്ച് ലൂസാക്കിയാൽ മതി. ഇത്രയേ ഉള്ളൂ കല്ലുമ്മക്കായ തയ്യാറാക്കുന്ന വിധം. നിങ്ങൾക്ക് കല്ലുമ്മക്കായ ഇഷ്ടമാണെങ്കിൽ നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കി കമൻസ് ഇടണേ. എൻ്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.